ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാമേ. 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല, കുറച്ച് തിരക്കായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, ആ ഓൾ ഒന്ന് ടച്ച് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ് കേട്ടോ, ജെൻഡർലെസ് ആണ്. എല്ലാവർക്കും കാണാം. ലേഡീസ് ആൻഡ് ജെന്റ്സ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിംഗ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് ഉണ്ട്, ഫ്രീ അല്ല. അതുപോലെ ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്റെ ഇന്നത്തെ ടോപ്പിക് എന്നാന്ന് വെച്ചാല്, എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്. ദൈവം അനുവദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ കാണേണ്ട ടൈം ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും. അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുക, നിങ്ങളുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. അപ്പൊ നമുക്ക് കാർഡുകൾ നോക്കാം. Ace of Swords, Nine of Pentacles, Ten of Wands, Magician, Page of Wands, King of Wands, Justice, Sun, Knight of Air, Page of Fire, Star, Moon, Chariot, Six of Water. ഇത്രയാണ് വന്നിരിക്കുന്ന കാർഡുകൾ. ഇപ്പൊ ഇവിടെ അത്ഭുതം സംഭവിക്കുമെന്നുള്ളതിനുള്ള കാർഡുകൾ വന്നിട്ടുണ്ട്. സൺ വന്നിട്ടുണ്ട്, അതുപോലെ മജീഷ്യന് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമൊക്കെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോവാണ്. അതുപോലെ ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്ന കാർഡുകളാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ വരികയാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കുക. ഇതേ രീതിയിൽ അത്ഭുതം വരുന്ന, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരോടാണ് പറയുന്നത് കേട്ടോ, അവരുടെ റീഡിംഗ് ആണ് അത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഈ റീഡിംഗ് കാണുമ്പോൾ അത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഇത് സംഭവിക്കും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ലഭിക്കുകയുള്ളൂ. ഒന്നാമത് മനസ്സിലാക്കുക. ആഗ്രഹിക്കാതെ നെഗറ്റീവ് ആയിട്ട് ഇരുന്നാൽ ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള വ്യക്തികളോടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്. 10 of Wands, ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ, അങ്ങനെ എത്രത്തോളം നമ്മൾക്ക് പ്രോബ്ലംസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അത്രത്തോളം അത്ഭുതങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കാണും. എത്രത്തോളം പ്രതിസന്ധികളിലൂടെ പോയിട്ടുണ്ടോ, നിങ്ങളുടെ പ്രതിസന്ധി എത്രത്തോളം വലുതാണോ അത്രത്തോളം നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. അത്രത്തോളം മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ വരും. ഇത് 100% സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോവാതിരിക്കുക. ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു പരീക്ഷണമാണെന്ന് മാത്രം കരുതുക. ഈ ഒരു പ്രതിസന്ധിക്ക് ശേഷം എന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി സ്ട്രോങ് ആയിട്ടിരിക്കുന്ന വ്യക്തികളാണ്, എന്ത് പ്രോബ്ലത്തെയും തരണം ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അത്ഭുതങ്ങളൊക്കെ വരുന്നത്. ജീവിതത്തിൽ അത്ഭുതങ്ങളും സക്സസും ഒക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു ജസ്റ്റിസ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട്
ഏതൊക്കെയോ കാര്യങ്ങളിൽ ഒരു ജസ്റ്റിസ് നീതി കിട്ടാൻ ആഗ്രഹിച്ച് നടക്കുന്നവരാണ്. കോടതിപരമായ കേസുകൾക്ക് കയറി ഇറങ്ങി നടക്കുന്നുണ്ടാവും. കോടതിയിൽ കേസും ഫയൽ ചെയ്ത്, അതായത് നിങ്ങളുടെ വസ്തുവിന് വേണ്ടിയിട്ടുള്ള കേസാവാം, ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കേസാവാം, ഏത് രീതിയിലുള്ള കേസായാലും എന്തൊക്കെയോ കേസ് കോടതിയുമായിട്ട് കേസ് കാര്യങ്ങളുമായിട്ട് കയറി ഇറങ്ങി വർഷങ്ങളോളം നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗത്താണ് നീതി എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വലിയൊരു അത്ഭുതം കാണാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും ഒരു ജസ്റ്റിസ് നീതി കിട്ടാത്ത ഒരു ലൈഫായിരുന്നിരിക്കാം നിങ്ങളുടേത്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രം തന്നിരുന്ന ഒരു ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതങ്ങൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വരുന്നത്. അതുപോലെ തന്നെ മജീഷ്യൻ വന്നിട്ടുണ്ട്. മജീഷ്യൻ വരുന്നത് തന്നെ മിറാക്കിൾസും കൊണ്ടാണ്. മജീഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പൊ ചിലരുടെ ജീവിതത്തിൽ ഇത് മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു മിറാക്കിൾ തന്നെയാണ് വരാൻ പോണത്. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, സങ്കടങ്ങളേ ഉള്ളൂ എന്നുള്ള വിചാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇരുട്ട് നീങ്ങി പോവുകയാണ്. നിങ്ങൾക്ക് അവിടെ വെളിച്ചം വരാൻ പോവുകയാണ്. അതായത് സൺ വന്നിട്ടുണ്ട്. സൺ എന്ന് പറയുമ്പോൾ വെളിച്ചം തന്നെയല്ലേ. സൺ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നതാണല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ സൂര്യൻ ഉദിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ഇരുട്ടും മാറിപ്പോകാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ പ്രകാശം നിറയാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. സന്തോഷവും സക്സസും വരാൻ പോകുകയാണെന്നാണ് കാണിക്കുന്നത്. അതോടൊപ്പം അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ നിങ്ങളുടെ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതുണ്ട്. ചുമ്മാതിരുന്നാൽ ആരുടെ ലൈഫിലേക്ക് സന്തോഷവും സക്സസും വരില്ല. ഇപ്പൊ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ലൈഫിൽ നിങ്ങൾ ആ ഇരുട്ടത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നാൽ ആരുടെ ലൈഫിലേക്ക് എന്താ പറയുക വെളിച്ചം വരുമോ? അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ എന്ത് കാര്യമായാലും ആ ഒരു കാര്യത്തിന് അത് സക്സസ് ആയി കിട്ടണമെങ്കിൽ അതിന് വേണ്ടുന്ന വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് നിങ്ങൾ അത് ചെയ്യണം. ഏത് കാര്യമായാലും എന്ത് കാര്യത്തിനായാലും ഉണ്ടത്. വെറുതെ ഇരുന്നാൽ ഒന്നും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ചെയ്ത വ്യക്തികൾക്കാണ് സക്സസും സന്തോഷവും വരുന്നത്. ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്റെ ലൈഫിൽ എപ്പോഴും ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്, പ്രോബ്ലങ്ങളാണ്. ചില വ്യക്തികളുടെ ഒരു കാര്യമാണ് സ്വന്തം ലൈഫിൽ കുഴപ്പമില്ലാതെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ലൈഫിൽ ഓരോരോ പ്രോബ്ലംസും സാമ്പത്തിക പ്രോബ്ലംസും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം, അങ്ങനെ പ്രോബ്ലം ഇങ്ങനെ പ്രോബ്ലം വരുമ്പോൾ ഉടനെ പറയുന്ന ആരെങ്കിലും അത് കൂടോത്രം ചെയ്തതാണ്, ആരെങ്കിലും അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, ഇതാണ് പറച്ചിൽ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് വഴിചാരേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് പഠിച്ചു നോക്കൂ അത് എന്താണെന്നുള്ളത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ വന്നെന്നാണ് നിങ്ങൾ പറയുന്നത്. എല്ലാവരുടെയും ഒരു ഇതാണത്. ബ്ലാക്ക് മാജിക് ആണ്, ആരോ എന്തോ ചെയ്തു, കൂടോത്രമാണ്, ഇങ്ങനെയൊക്കെയാ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയും ഉണ്ട്. ലൈഫിൽ ഒരു ഉയർച്ചയുണ്ട്, ഒരു താഴ്ചയുണ്ട്. അങ്ങനെയും കൂടെ നോക്കുക നിങ്ങൾ. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും നല്ലത് വരുമ്പോഴത്തേക്കിനും ആരോ അതിനകത്ത് ഉത്തരവാദികളല്ല. മോശം വരുമ്പോ പിന്നെ അത് ഓരോ വ്യക്തികളുടെ മേലിലേക്ക് ആ പഴി ചാരി വെക്കുകയാണ് ദോഷം വരുമ്പോ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് വീണ്ടും കൂടുതൽ നെഗറ്റീവായി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരെയും ദ്രോഹിക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കുമെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റുള്ളവരുടെ മേലിലേക്ക് പഴി ചാരിയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ.
പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നല്ല ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നല്ല രീതിയിൽ. അല്ലാതെ നല്ല സന്തോഷമുള്ള സമയങ്ങളിൽ ദൈവത്തെ മറന്ന് ദൈവത്തെ ഓർക്കാതെ അർപ്പാടമായിട്ട് അല്ലെങ്കിൽ ജീവിതം അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർക്കും അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ട സമയത്ത് എല്ലാ സമയത്തും, സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും നമ്മൾ ദൈവത്തിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ദൈവത്തിൽ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്താലും നമ്മളത് ഏശില്ല. നമ്മൾക്ക് വരേണ്ടത് അവർക്ക് തന്നെ പോകും. അത്രയും നമ്മൾ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അത്രത്തോളം ദൈവാനുഗ്രഹം ഉള്ള വ്യക്തികളാണെങ്കിൽ കേട്ടോ. അങ്ങനെ അല്ലാത്തവർക്കാണ് ഓരോന്നും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ അവർക്ക് വന്നിട്ട് അതൊക്കെ പറഞ്ഞു നടക്കുന്നില്ലേ. അപ്പൊ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അത് ഫലിക്കുന്നത്. പിന്നെ ഇവിടെ ചില വ്യക്തികൾ സ്റ്റാർ ആവാൻ പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാർ ആവുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ എന്തൊക്കെയോ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാകുകയാണ്. ഫുൾഫിൽമെന്റ് ആണ് കാണിക്കുന്നത്. അത് ദൈവം തരുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്, ദൈവാനുഗ്രഹം തന്നെയായിട്ടാണ് അത് കാണുന്നത്. അപ്പം നിങ്ങൾ ഒരു സ്റ്റാർ, അതായത് മറ്റുള്ളവരുടെ മുൻപിൽ തിളങ്ങുന്ന ഒരു വ്യക്തിയായി തീരാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നു, ഒരു സ്റ്റാർ ആക്കാൻ പോകുന്നു. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവർ നോക്കുമ്പോൾ തിളങ്ങുന്ന, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ തിളങ്ങുന്ന വ്യക്തികൾ അല്ലെ. അതായത് മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന അതേ രീതിയിലൊക്കെയുള്ള വ്യക്തികളെയാണല്ലോ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാകാൻ പോകുന്നു ചിലര്. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന്റെ ആ ഒരു സന്തോഷം, ആഗ്രഹ പൂർത്തീകരണം, ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. അപ്പൊ അത് നിങ്ങൾ മറ്റുള്ളവരാൽ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏതൊക്കെ കാര്യങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ കണ്ടെത്തി നിങ്ങൾ അതിനെ വികസിപ്പിച്ച് നിങ്ങൾ വലിയ നിലയിൽ എത്തുന്നതായിരിക്കാം, മറ്റുള്ളവർ അറിയപ്പെടുന്ന രീതിയിലായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ കഴിവുകളുണ്ടോ, ഇവൾക്ക് ഇത്ര കഴിവുള്ളവനായിരുന്നു, ഇവന് ഇത്ര കഴിവുള്ളവരാണോ എന്നൊക്കെ മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങൾ തിളങ്ങാൻ പോകുന്നെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ സ്വന്തം കഴിവിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബി എന്താണോ ആ ഹോബിയിലൂടെ, നിങ്ങളുടെ ആ ഹോബി വളർത്തിയെടുക്കുമ്പോൾ നിങ്ങൾ അതിൽ തിളങ്ങാൻ പോകുന്നു. അത് മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിലാണ്, അതിശയപ്പെടുന്ന രീതിയിലാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടെയാണ്. അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലൂടെ നിങ്ങൾ രക്ഷപ്പെടുവാണ്, ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓരോ വ്യക്തികൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ. ഓരോ വ്യക്തികൾക്കും ഓരോരോ കഴിവുകളാണ്. എല്ലാവർക്കും കഴിവുകളുണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ ഓരോരോ കഴിവുകളുണ്ട്. പക്ഷെ നിങ്ങളത് കണ്ടെത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം എല്ലാവർക്കും ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്നും കാണാൻ ചിലർക്ക് അതിനെയൊക്കെ ഒന്നും നോക്കാനൊന്നും സമയമില്ല, അല്ലാതെ താല്പര്യമില്ല. അവരുടെ ജീവിതത്തിൽ കുഴപ്പമില്ല, പ്രോബ്ലം ഇല്ലാതെ പോകുന്നു. അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന വ്യക്തികൾക്കാണ് ഇനി ജീവിക്കാൻ എന്തെന്ന് കരുതി മുന്നോട്ടേക്ക് പോകാൻ എങ്ങനെയെന്ന് അറിയാതെ വിഷമിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്ന് സ്വയം തോന്നുക, അല്ലെങ്കിൽ സ്വന്തം മനസ്സിനോട് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു കഴിവ് നിങ്ങളുടെ മുന്നിലെത്തി നിങ്ങൾ അതിലൂടെ വലിയൊരു സ്റ്റാർ ആവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു നിലയിൽ നിങ്ങൾ മറ്റുള്ളവരാൽ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു നിലയിൽ എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഇവിടെ 9 ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നിലയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പോകുന്നു. ആ ഒരു രീതിയിൽ ഒരു ലേഡീസിന്റെ എനർജിക്ക് കൂടുതൽ കാണുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത് നല്ല നിലയിൽ എത്തുന്ന ലേഡീസിന്റെ എനർജി കാണിക്കുന്നു. നല്ല രീതിയിൽ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പ്രത്യേകമുള്ള ലേഡീസിന്റെ എനർജിയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ദൈവാനുഗ്രഹം ഉണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനും പ്രാർത്ഥനയും നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എന്തായാലും നല്ല രീതിയിൽ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവിനെയൊക്കെ വളരെയധികം മറ്റുള്ളവർ അറിയപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവിനെയൊക്കെ വികസിപ്പിച്ച് നല്ലൊരു നിലയിലെത്താൻ നിങ്ങൾക്ക് കഴിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു സ്റ്റാർ പദവിയൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ തിരികെ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്.
നിങ്ങൾ വളരെയധികം എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ വിജയം വരിക്കാൻ പോകുന്നുണ്ടോ? വിക്ടറിയാണ് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ചത് അതായത് നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ചില വലിയ വിജയങ്ങൾ നേടാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. വലിയ വിജയങ്ങൾ നിങ്ങൾ നേടാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ ഓരോരോ വ്യക്തികൾ ഓരോ രീതിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ വിജയങ്ങൾ നേടാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ചിലവരുടെ ചില കാര്യങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ മിറാക്കിൾസ് സംഭവിക്കാൻ പോകുന്നുണ്ട്. റിലേഷൻഷിപ്പിലായിരുന്ന ചില വ്യക്തികൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം ഇപ്പോൾ. ആ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ആ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നു. അതൊരു മിറാക്കിൾ സംഭവിക്കാൻ പോവാണ്. ചിലപ്പോൾ ഒരു സാധ്യതയില്ലായിരിക്കും തിരികെ വരാൻ, യാതൊരു സാധ്യതയില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഹൈഡായി വെച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ നോ കോണ്ടാക്റ്റിലായിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ നിന്ന് മറിഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയോ നിങ്ങളിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിന്ന് മറച്ചു വെക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി തിരികെ വരാത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് നാളെ നോ കോണ്ടാക്റ്റില്ല. നിങ്ങൾ രണ്ടുപേരും നല്ല നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്തൊക്കെയോ പ്രോബ്ലംസ് കാണുന്നുണ്ട്. പെട്ടെന്നാണ് നോ കോണ്ടാക്റ്റിലായിരിക്കുന്നത് ചില വ്യക്തികൾക്ക്. ഒരു കുഴപ്പവും കൂടാതെ പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ്. പക്ഷെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാത്ത രീതിയിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു വ്യക്തി എന്തൊക്കെയോ നിങ്ങളിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നിങ്ങളോട് പറയാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ അവർ ഓപ്പൺ ആവാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് അവർ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു. നിങ്ങളൊരു ജസ്റ്റിസ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്കൊരു ജസ്റ്റിസ് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത്രയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേദനിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്തിനാണ് ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എന്നോടെല്ലാം ഹൈഡാക്കി വെക്കുന്നതെന്നൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി എല്ലാം ഓപ്പൺ ആവാൻ പോവുകയാണ്, എല്ലാം തുറന്ന് പറയാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ ആ ഒരു വ്യക്തി വരാൻ പോകുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ആ വ്യക്തി തയ്യാറാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അത്ഭുതമാണ് ആ ഒരു കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങള് ഇനി വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി കോണ്ടാക്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ മാരേജ് പ്രപ്പോസൽ വെച്ചിരുന്ന വ്യക്തി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി കുറെ നാളായിട്ട് മാറി നിൽക്കുന്നു. നിങ്ങൾക്ക് എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ലായിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ അതിന്റെ പിന്നിൽ ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങളുടേതെല്ലാം നിങ്ങളെ കാണാൻ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഇതുവരെ മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല ജോലിയുള്ള വ്യക്തിയാവാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല റിച്ച് ആയിട്ടുള്ള വ്യക്തിയാവാം. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതായിരിക്കാം അങ്ങനെ ചില കാര്യങ്ങൾ ആ ഒരു വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പൊ എന്തായാലും അത് നിങ്ങളുടെ മുന്നിൽ ഇത് ഓപ്പൺ ആവാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കാണുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ആ വ്യക്തി ഓർക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ പറയാ, അത്രയധികം ആ ഒരു വ്യക്തിയോട് സ്നേഹമാണെന്നാണ് കാണുന്നത്. തിരികെ വരാൻ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം തന്നെയായിട്ടാണ് എനിക്കത് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോവുകയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മുൻപിൽ ഓപ്പൺ ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രപ്പോസൽ വെക്കാൻ പോവാണ്. നിങ്ങളെ മാരേജ് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് വരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സ്റ്റാർ ആയിരിക്കാം, ഏതെങ്കിലും വിഷയത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. അതായിരിക്കാം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത്.
ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ട്. ആരുടെയൊക്കെയോ ലവറ് അല്ലെങ്കിൽ നിങ്ങളുടെ മരുന്ന് കഴിക്കാൻ പോകുന്ന വ്യക്തികള് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ ആക്കാൻ പോകുന്നു. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തൊക്കെയോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തിക വിഷയത്തിലൊക്കെ ചിലർക്ക് വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നു. സാമ്പത്തികമൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അത് ജോലി, നിങ്ങൾക്ക് പല വിധത്തിലുള്ള സോഴ്സുകൾ വരാൻ പോവാണ്. ജോലിയിലൊക്കെ പലവിധ സോഴ്സുകൾ, പലവിധ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങള് അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നു. പല വിധത്തിൽ പല വഴിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ബിസിനസ്സിലേക്ക് വൻപൻ ലാഭം ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. മിറാക്കിൾ അതായത് സണ്ണും വന്നിട്ടുണ്ട്, മിറാക്കിളും വന്നിട്ടുണ്ട്, മജീഷ്യന് വന്നിട്ടുണ്ട്. എല്ലാം കൂടി വലിയൊരു മിറാക്കിൾ ചിലരുടെയൊക്കെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതോടൊപ്പം ജസ്റ്റിസും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കേസിൽ കിടന്നിരുന്ന വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി, അങ്ങനെ എന്തെങ്കിലും വീടോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ കേസ് ജയിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് കേസ് ജയിച്ചിട്ട് അല്ലെങ്കിൽ കോടതിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ലഭിക്കാൻ പോകുമെന്ന് കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക്. അതൊക്കെ ഒരു ലോട്ടറി പോലെ തന്നെ നിങ്ങൾക്ക് ഒരു വലിയ മിറാക്കിൾ ലഭിക്കുന്ന കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഡിവോഴ്സ് കേസിനായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഡിവോഴ്സ് കേസിനായിട്ട് ഫയൽ ചെയ്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ കോമ്പൻസേഷനൊക്കെ ലഭിക്കുന്ന വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെയോ വലിയ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ വലിയ മിറാക്കിളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ഭദ്രത കിട്ടുന്നു. അതിലൂടെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസും സന്തോഷവും വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇവിടെ ജസ്റ്റിസും സണ്ണും മജീഷ്യനും എല്ലാം കൂടി വന്നിരിക്കുമ്പോൾ എന്തൊക്കെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അത്രയും വലിയ മിറാക്കിൾസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആരുടെയൊക്കെയോ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിന്നിരുന്ന നിങ്ങളുടേതായിട്ടുള്ള പ്രിയപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അതിനുള്ള സയൻസ് ആയിട്ട് കാണുന്ന ഇവിടെ നിങ്ങൾ വെള്ളത്തുവല് കാണുന്നുണ്ടാവാം, നക്ഷത്രങ്ങൾ കാണുന്നുണ്ടാവാം, ചന്ദ്രന് മൂണിനെ കാണുന്നുണ്ടാവാം, എന്താ പറയാ നിങ്ങൾ റെയിൻബോ കാണുന്നുണ്ടാവാം. അങ്ങനെ പല സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ സൂചനകളാണ്. ഡിവൈൻ നമ്പേഴ്സ് കാണുന്നുണ്ടാവും. അങ്ങനെ പലതും നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് അല്ലെ പ്രപഞ്ചം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുന്നു എന്നുള്ള സൂചനകൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കാണുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു വിധത്തിൽ എല്ലാ സൈൻസും ഉണ്ട്. ഇവിടെ എർത്ത് സൈൻ ഉണ്ട്, എയർ സൈൻ ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, വാട്ടർ സൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ജെമിനി, ലിബ്ര, അക്വേറിയസ് ഉണ്ട്, എയർ സൈൻ. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്, ഫയർ സൈൻ. അതുപോലെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, എർത്ത് സൈൻ. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, വാട്ടർ സൈൻ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഒരുവിധം എല്ലാ സൈനും ഉണ്ട്. കാരണം ഒരുവിധത്തിൽ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇപ്പം ഇതിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലേക്ക് എല്ലാവരുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഏത് കാര്യത്തിനാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം എന്നാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നതൊക്കെ വരികയുള്ളൂ. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന വ്യക്തികളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന പോസിറ്റീവ് എനർജി കൊടുക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് എനിക്ക് കാണുന്നുണ്ട്. ചില വ്യക്തികൾ കൂടുതലും അപ്പൊ ആ ഒരു എനർജിയിലുള്ളവരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ നല്ല നല്ല എനർജീസ് വരും. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല മെസ്സേജസ് ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ യൂണിവേഴ്സ് ആയിട്ട് തരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളൊരു മാജിക്കൽ പവർ ഉള്ള വ്യക്തിയാണ്, ഡിവൈൻ പവർ ഉള്ളവരാണ്, ഡിവൈൻ കണക്റ്റഡ് ആണ്.
അതൊക്കെയാണ് ഇവിടെ മജീഷ്യൻ എനിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാജിക് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളൊരു മാജിക്കൽ പവർ ഉള്ള വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം പ്രവർത്തിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം സംഭവിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വേണോ അതൊക്കെ നേടിയെടുക്കാൻ കഴിവും പവറും ഉള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെന്നാണ് എനിക്കിവിടെ കാണുന്നത്. വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട്. നിങ്ങൾ വിദേശ യാത്രയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടേക്കെങ്കിലും ഒരു യാത്രയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യങ്ങൾക്ക് യാത്ര കാണുന്നുണ്ട്. നിങ്ങൾ വിദേശ യാത്രയാവാം, വിദേശത്ത് പഠിക്കാനോ ജോലിക്കൊക്കെ പോകാനോ ഇന്ത്യക്കകത്ത് പുറത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. ഉടനെ തന്നെ ജോലിയുടെ കാര്യത്തിന് ഉടനെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. മാരേജ് നടക്കാതിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ മാരേജ് ഉണ്ടാവുന്ന കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ മാരേജ് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉടനെ മാരേജ് നടക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ മാരേജ് ആയാലും ജോലി ആയാലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്ത് പ്രോബ്ലം ആയാലും, സാമ്പത്തിക പ്രോബ്ലം ആയാലും, സാമ്പത്തിക പ്രോബ്ലത്തിന് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ സാമ്പത്തികം ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാമ്പത്തികം ഏതോ വഴിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം, ഇപ്പം ഇനി അടുത്ത ബാങ്കിൽ അടയ്ക്കാനോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, ആ ഒരു പ്രശ്നങ്ങൾക്കായിട്ട് നിങ്ങൾ സാമ്പത്തികം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തോ ഒരു മിറക്കിൾസ് നിങ്ങൾക്ക് സംഭവിക്കുക. ഏതോ ഒരു വഴിയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പണം വന്നു ചേരുമെന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഏഞ്ചൽ മെസ്സേജും കൂടെ നമുക്ക് നോക്കാമേ. ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു റീഡിങ്ങിൽ നോക്കാം. ഏഞ്ചൽ മെസ്സേജ് കൂടെ നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഏഞ്ചലിന്റെ മെസ്സേജ്. നോ നീഡ് ടു വറി. നിങ്ങൾ വറി ആവേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, അതായത് ടെൻഷൻ അടിക്കേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരികയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു, അപ്പൊ അത് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വരുന്നില്ല, ഇനി ഇത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യില്ലെന്നാണ് പറയുന്നത്. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് കാര്യമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളത് ഇനിയിപ്പോ ഞാൻ ഇത് തുടരണോ മുന്നോട്ട് പോകണോ, ഇപ്പൊ ഒരു പക്ഷേ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് എന്തോ ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വരട്ടെ. ഏത് കാര്യമായാലും നിങ്ങളോട് പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വരട്ടെ, കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എസ് ആണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം നേടുമോ അല്ലെങ്കിൽ ലഭിക്കുമോ വരുമോ എന്നൊക്കെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എസ് ആണ്. ഏഞ്ചലിന്റെ മെസ്സേജസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് വളരെ നല്ല റീഡിംഗ് ആണ്. നിങ്ങൾക്കെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ റീഡിങ്ങിലൂടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മിറക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ തന്നെ ഒരു വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത് കേട്ടോ. ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ആവണമെന്ന് എനിക്കറിയില്ല. റെസിനേറ്റ് ആവുന്നവരെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും മിറക്കിൾ വരും. എന്തെങ്കിലും ഒരു അത്ഭുതം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് വരാൻ പോവുകയാണെന്ന് ഇവിടെ മെസ്സേജിലൂടെ വന്നിട്ടുണ്ട്, ഏഞ്ചൽ മെസ്സേജിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ നല്ല രീതിയിൽ പ്രതീക്ഷയോടെ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.